ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ബ്രെഡൊക്കെ മേടിച്ചിട്ട് ബാക്കി ബ്രെഡ് നമ്മൾ ഇതേപോലെ വെക്കുമ്പോഴത്തേനും ഉറുമ്പൊക്കെ കയറിയിട്ട് നമുക്ക് കെട്ടി വയ്ക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് ഉറുമ്പൊക്കെ കയറിയിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. നല്ലവണ്ണം ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് ആ ഭാഗം ബാക്കിലോട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ കവർ ചെയ്ത് വെച്ചാൽ ഉറുമ്പോ പാറ്റയോ ഒന്നും തന്നെ കയറത്തില്ല. നമുക്ക് വേറെ പ്രത്യേകിച്ച് ടിന്നിനകത്തൊന്നും ഇട്ട് വെക്കണ്ട, ഇതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചീപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വളരെ പ്രയാസമാണല്ലേ. അപ്പോൾ ഇതേപോലെ ഒരു ബേസിൻ എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡറും അതേ അളവിൽ തന്നെ ഇതേപോലെ നമുക്ക് ബേക്കിംഗ് പൗഡറും സോപ്പ് പൊടിയും ഒരേ അളവിൽ തന്നെ എടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇതിട്ട് വയ്ക്കുക. അപ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ രാത്രി ഇതേപോലെ ചെയ്തിട്ട് രാവിലെ ക്ലീൻ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഇട്ട് വെച്ച് 2 മണിക്കൂറിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം നമ്മൾ ഇതേപോലെ മുടിയൊക്കെ ചീവിയിട്ട് പെയിൻ ചീപ്പ് കഴുകാറില്ല, അങ്ങനെ മാറ്റിയിടും. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അതിനകത്ത് അഴുക്കുകളെല്ലാം ഇളകിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നല്ലൊരു ഹാർഡായിട്ടുള്ള ബ്രഷ് വേണം എടുക്കാൻ. എന്നിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. പിന്നെ വേറെ പ്രത്യേകിച്ച് സോപ്പോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഇതേപോലെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്തൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. കാരണം ബേക്കിംഗ് പൗഡറും സോപ്പ് പൊടിയും കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ്. എന്നിട്ട് തന്നെ നമ്മൾ ഈ വെള്ളച്ചീപ്പിലൊക്കെ ഉള്ള അഴുക്ക് കണ്ടോ, നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും. കണ്ടോ ബ്രഷ്. അപ്പം നമുക്ക് ഇതേപോലത്തെ നല്ല ഹാർഡായിട്ടുള്ള ബ്രഷ് വേണം എടുക്കാൻ. കട്ടിയുള്ള ബ്രഷ് എടുക്കുമ്പോഴത്തേനും നമുക്ക് കണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് വെച്ച വെള്ളവും ഇപ്പോൾ അഴുക്കിളകിയപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ കളറും കണ്ടോ. അപ്പോൾ ഇത്ര അഴുക്കാണ് അതിനകത്തുനിന്ന് ഇളകിയിട്ടുള്ളത് കണ്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കിളകി കിട്ടി. കാരണം ബേക്കിംഗ് പൗഡറും കൂടെ ഇടുമ്പോഴത്തേനും നല്ലോണം അതിൻ്റെ അഴുക്കൊക്കെ അതിനകത്തോട്ട് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് പെയിൻ ചീപ്പോ 1 or 2 ആയിട്ട് ചെയ്യേണ്ട, എല്ലാം നമുക്ക് ഇതേപോലെ കൂട്ടിയിട്ടിട്ട് ഒന്നിച്ച് തന്നെ കഴുകിയെടുക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ 2 ചീപ്പ് ഇരുന്നതിൻ്റെ അഴുക്ക് കാണിച്ചു തരാവേ. ഇതുണ്ട്, ഇതേപോലെ അഴുക്കായിട്ടിരുന്ന 2 ചീപ്പാണ്. അപ്പോൾ അത് ഞാൻ കഴുകാതെ ഇതിൻ്റെ കൂട്ടത്തിലെടുത്തിട്ടിട്ട് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എങ്ങനെ ഒരു ബർഗർ ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയും കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ല് കളഞ്ഞ കുറച്ച് ചിക്കന്, പിന്നെ 2-3 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇടണം, പിന്നെ വേണ്ടത് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി മിക്സിക്കകത്ത്. പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തത്. ഇനി നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാനിനകത്ത് ഇട്ട് തന്നെ ഇതേപോലെ നമുക്ക് ഷേപ്പ് വെച്ച് റെഡിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുപ്പിയുടെയൊക്കെ അടപ്പുണ്ടെങ്കിൽ, വലിയ കുപ്പിയുടെ അടപ്പുണ്ടെങ്കിൽ ഇതേപോലെ ആ അടപ്പിനകത്ത് വെച്ചിട്ട് നല്ല ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനത് നല്ല രീതിയിലൊന്നും ഷേപ്പ് ചെയ്തെടുക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണ്. അപ്പോൾ കൈക്കകത്ത് വെച്ച് വേണമെങ്കിൽ ഇതേപോലെ എടുക്കാം. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയിട്ട് ഹാഫ് വേവിൽ ഇതേപോലെ ആക്കി നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാം, ഡപ്പയ്ക്കകത്താക്കി വയ്ക്കാം. അപ്പം പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ബർഗർ ബണ്ണൊക്കെ വീട്ടിൽ മേടിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ ബർഗർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഹാഫ് വേവിൽ നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചട്ടകം വെച്ച് തന്നെ മുകളിൽ നിന്നൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പം നമുക്ക് ഗ്രില്ല് ചെയ്തെടുത്ത കണക്ക് തന്നെ അതിനകത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടും ചിക്കന്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ബ്രെഡോ കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ ചട്ടകം വെച്ച് ആക്കുമ്പം തന്നെ നല്ല രീതിയിൽ നമുക്ക് അകത്തൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ ബണ്ണ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ബണ്ണ് ഇതേപോലെ ആ പാനിനകത്ത് വെച്ച് നമുക്ക് ഒരു മിനിറ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചും വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ചീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റ്യൂസ്, തക്കാളി, സവാള. അപ്പോൾ ലെറ്റ്യൂസും സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ടൊമാറ്റോ സോസിനകത്ത് മുക്കിയെടുത്തതാണിത്. അപ്പോൾ ഇത് മാത്രം മതിയാകും. ഇതിന് പ്രത്യേകിച്ച് സവാളയോ തക്കാളിയോ ടൊമാറ്റോ സോസോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ കുറച്ച് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ബണ്ണിനകത്ത് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ലെറ്റ്യൂസും സവാളയും അരിഞ്ഞ് ടൊമാറ്റോ സോസ് മുക്കിയെടുത്ത ആ ഒരു കൂട്ടാണ് അതിനകത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് സവാളയും തക്കാളിയും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ആ കൂട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കൂട്ട്. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ബണ്ണ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പതുക്കെ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇരുന്നോളും. കണ്ടോ? അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ബർഗർ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കടയിൽ നിന്നും വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല. നല്ല ടേസ്റ്റാണ്. ഇനി ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.